ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീ വിശാഖ് വി എന്റർടൈൻമെന്റ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു യൂസർ റിവ്യൂ ആണ്. അപ്പം വാഹനം ഏതാണെന്ന് കണ്ടു. മഹേന്ദ്രയുടെ വാഹനമാണ്, 300 ആണ് നമ്മൾ ഇന്ന് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു പുതിയൊരു വേരിയൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു അടുത്ത സമയത്തായിട്ട്, 3XO. അവരത് പുതിയൊരു വാഹനം പോലെയാണ് അവരെ അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് വന്ന സമയത്ത് അപ്പോൾ ഇതിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ നമുക്ക് ചോദിച്ചു മനസ്സിലാകാം, എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ. അപ്പോൾ പുതിയ വാഹനത്തിനെ നേരിട്ട് പോയി കണ്ടായിരുന്നു, അപ്പോൾ അതും ഇതുമായിട്ട് എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടോ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കസ്റ്റമർ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കണം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമസ്കാരം. പേരെങ്ങനെയാണ്? പേര് സഫൽ എന്ത് ചെയ്യുക? ഞാൻ ഐ ടി എഞ്ചിനീയറാണ്. ഓക്കെ. അപ്പം ഐ ടി എഞ്ചിനീയർ എന്ന് പറയുമ്പോൾ ഐ ടി എഞ്ചിനീയറും വാഹനവും രണ്ടും ഒരു ബന്ധമില്ലാത്തൊരു കാര്യമാണ് ഇല്ലേ? അതോ വാഹനത്തെ നല്ല രീതിയിൽ ഫോളോ ചെയ്യുന്ന ഒരാളാണോ? പിന്നെ ഭയങ്കരമായിട്ട് നമുക്ക് വണ്ടികളോടാണ് ഭയങ്കര ഇഷ്ടം. ഓക്കെ. പ്രൊഫഷൻ നമുക്ക് പൈസ ഉണ്ടാക്കാൻ ഒരു മാർഗം മാത്രമാണല്ലോ. നമ്മുടെ പാഷൻ, ഇഷ്ടംപോലെ കാര്യങ്ങൾ, വണ്ടികൾ നമുക്ക് എപ്പോഴും ഇഷ്ടമുള്ള സാധനങ്ങളാണ്. ഓക്കെ. അപ്പം നമുക്ക് ചോദിക്കാനുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഈ ഒരു 300 വന്നു. അപ്പോൾ ഈ ഒരു വാഹനം ഇപ്പോൾ എടുത്തിട്ട് ഇപ്പോൾ ഏകദേശം ഇത്ര നാളായി കാണും? ഇപ്പോൾ 2 വർഷത്തോളം ആവാറായി. അപ്പോൾ ഇതിപ്പം ഓക്കെ, ഇതിപ്പോൾ ഒരു പെട്രോൾ വാഹനമാണ്, ഇപ്പോൾ ടെർബോയാണ്. അപ്പം അതിലേക്ക് വന്ന സമയത്ത് വേറെ ആ ഒരു സമയത്ത് നമ്മൾ ഈ വാഹനം എടുക്കുന്ന സമയത്ത് വേറെ ഏതെങ്കിലും വാഹനങ്ങളൊക്കെ അന്ന് നോക്കിയിട്ടുണ്ടായിരുന്നോ? ഓഫ് കോഴ്സ് നമുക്ക് ഒരു ഈ വണ്ടിയുടെ പ്രൈസ് റേഞ്ചിൽ ഉള്ളത് കിയ സോണറ്റ്, പിന്നെ കിയ സോണറ്റ് ആയിരുന്നു മെയിൻ റൈവൽ. പിന്നെ കിയയുടെ സെൽട്ടോസിൻ്റെ ബേസ് വേരിയൻറ്റ്, അതൊക്കെയാണ് നമ്മുടെ ഒരു ബഡ്ജറ്റ് ഇതിൽ വരുന്നത്. എന്നിട്ട് ഈ സാധനം ടെസ്റ്റ് ഡ്രൈവ് പോയി, ഡീസലിലായിരുന്നു ടെസ്റ്റ് ഡ്രൈവ് പോയത്. വണ്ടി നല്ല സ്മൂത്ത് ആയിരുന്നു, സ്റ്റൈലിഷ് ആയിരുന്നു. റോഡ് പ്രസൻസ് ഭീകരമാണ്. നമ്മൾ റോഡിലേക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് അവിടെ നിൽക്കുന്ന കാണുമ്പോഴേ ലൈക്ക് ഇറ്റ്സ് ഹ്യൂജ് റോഡ് പ്രസൻസ് ഉണ്ട്. അപ്പം അതാണ് ഫസ്റ്റ്. പിന്നെ 5 സ്റ്റാർ റേറ്റിംഗ്. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞത് സേഫ്റ്റി ഫീച്ചേഴ്സാണ്. അപ്പം മറ്റു വണ്ടികളെ അപേക്ഷിച്ച് 300 ഇറങ്ങിയ സമയത്തോടെ 5 സ്റ്റാർ റേറ്റിംഗ് ആണ്. അപ്പം 5 സ്റ്റാർ റേറ്റിംഗ് ഉള്ള വണ്ടി ആ ഇതിൽ കുറവാണ്. പിന്നുള്ളത് സ്കോഡയുടെ കുഷാക്കും, പിന്നെ വോക്സ്വാഗണിൻ്റെ ടൈഗൂൺ ഉണ്ട്. പക്ഷേ വോക്സ്വാഗൺ ടൈഗൂൺ ലൈക്ക് ഫീച്ചർ റിച്ച് ആണ്. 20+ lakhs പോകും 5 സ്റ്റാർ റേറ്റിംഗ് ഉണ്ടെങ്കിൽ. അപ്പം 5 സ്റ്റാർ റേറ്റിംഗിൽ നമുക്ക് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ബെസ്റ്റ് വണ്ടി ഇത് തന്നെയാണ്. ആ ഒരു പ്രൈസ് പോയിന്റിൽ ഇൻ 2022. ഓക്കെ, അതാണ് ഇതിലേക്ക് വരാനുള്ള കാരണം. അപ്പോൾ ടെർബോ വേണം എന്ന് നിർബന്ധം ഉണ്ടായിരുന്നെന്ന്? ഇല്ല. കാരണം ടെർബോയുടെ പരസ്യമോ അവരും ചെയ്തിട്ടില്ല. ടെർബോയുടെ നമ്പർ ഓഫ് യൂണിറ്റ്സും കുറവാണ്. നമ്മളിപ്പോൾ നോക്കിയാലും റോഡിൽ ഈ ലോഗോ മാർക്ക്, ഈ റെഡ് മാർക്കുള്ള വണ്ടികൾ ഇല്ല. ഞാൻ കൊല്ലത്ത് പോലും അധികം കണ്ടിട്ടില്ല. എന്നാലും 300 ഇഷ്ടം പോലെ ഉണ്ട്. ഓക്കെ, ടെർബോ സ്പോട്ട് അധികം ഇല്ല. അതിന് 2-3 കാര്യങ്ങളുണ്ട്. അപ്പം ഞാൻ 300 നോർമലാണ് റൺ ചെയ്യാൻ പോയത്. ഈ 300യുടെ റൈഡിങ് സുഖവും സൂപ്പറായിരുന്നു. പക്ഷേ വണ്ടി ചെന്ന് കണ്ടപ്പോഴത്തേക്കും അവിടെ മോഡലായിട്ട് ഈ ഒരു സാധനം കിടപ്പുണ്ടായിരുന്നു. റെഡ് ലൈൻസ്, വെരി അട്രാക്റ്റീവ്. പിന്നെ 300യുടെ ഇതുമായിട്ടുള്ള മെയിൻ ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 300യുടെ ഇൻറ്റീരിയർ എല്ലാം വൈറ്റ് ആണ്. ഓക്കെ, പക്ഷേ ടെർബോ സ്പോർട്ടിന് മാത്രമേ ബ്ലാക്ക് ഇൻറ്റീരിയർ ഉള്ളൂ. അങ്ങനെ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു. അതെ, അതെന്ന് പറയുന്ന ഒരു ലക്ഷറി ലുക്കിനാണ് ഈ വൈറ്റ് ഇൻറ്റീരിയർ ചെയ്യുന്നത്. അപ്പം ആ 300യുടെ കസ്റ്റമേഴ്സിന് ലക്ഷറി ഫീൽ കൊടുക്കുന്ന കളർ തന്നെയാണത്. പക്ഷേ എൻ്റെ പേഴ്സണൽ ചോയ്സിൽ അത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ ബ്ലാക്ക് ഇൻറ്റീരിയറും പിന്നെ ഈ ഡ്യുവൽ ടോൺ കളറിൽ 300യുടെ ഡ്യുവൽ ടോൺ കളറിൽ വരുന്നത് എല്ലാം ഇവിടെ വൈറ്റ് വരുവാണെങ്കിൽ ഈ സെൻറ്റർ പാർട്ട് ബ്ലാക്ക് വന്നിട്ട് മോളി വന്ന് വൈറ്റ് വരും. ഓക്കെ. പക്ഷേ ഈ വണ്ടിക്കേ ഉള്ളൂ ബ്ലാക്ക് ആൻഡ് വൈറ്റ് വരുമ്പോഴത്തേക്കും മോളി ഫുള്ള് ബ്ലാക്ക് വരുന്നത്. അപ്പം അങ്ങനെ വെച്ച് ഡിസൈൻ ചോയ്സിൽ ഫസ്റ്റ് ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു ഇതിനകത്ത് ഈ ടെർബോയിലേക്ക് വരാനായിട്ട്. അപ്പം പെർഫോമൻസ് വൈസ് എങ്ങനെയുണ്ട്? പെർഫോമൻസ് വൈസ് നോർമൽ 300 വെച്ചിട്ട് ഇതിന് ലൈക്ക് 10 or 20 bhp കൂടുതലാണ്. അതായത് 129 bhp ആണ്. ടർബോ ചാർജ് ആണ്. അതെ. അപ്പോൾ നോർമലിന് എത്ര വരുന്നത്? നോർമലിൽ 116 സംതിങ് ലൈക്ക്. അതെ, 129 അങ്ങനെ വ്യത്യാസമുണ്ട്. ടോർക്കിലും വ്യത്യാസമുണ്ട്. 130 ന്യൂട്ടൺ മീറ്റർ ടോർക്ക് അങ്ങനെ സംതിങ് ആണ് വരുന്നത്. മറ്റേതിനെക്കാട്ടി കൂടുതലാണ്. 300യുടെ എഞ്ചിനും ഇതും 300 എഞ്ചിൻ വെച്ച് നോക്കുമ്പോൾ ടെർബോ സ്പോർട്ടിൻ്റെ റിഫൈൻഡ് എഞ്ചിൻ എം സ്റ്റാലിയൻ എന്ന് പറഞ്ഞൊരു വേരിയേഷനാണ്. അപ്പം ഇത് ഇറങ്ങുന്ന സമയത്ത്, അതായത് ടെർബോ സ്പോർട്ട് ഇറങ്ങുന്ന സമയത്ത് 300യുടെ കുറേ പ്രശ്നങ്ങൾ പരിഹരിച്ചാണ് അവർ ടെർബോ സ്പോർട്ട് ഇറക്കിയത്. പക്ഷേ എന്താ പറയുക, ആ ഒരു സെഗ്മെൻറ്റ് കൊണ്ട് അവർ നിർത്തി. പിന്നുള്ളത് അവരുടെ ഇപ്പോഴത്തെ ടെക് ഫീച്ചേഴ്സ് കൂടി കഴിഞ്ഞ് 3XO തന്നെയാണ്. അപ്പം ഈ സമയത്ത് നമുക്ക് എടുക്കുകയാണെങ്കിൽ 3XO തന്നെയാണ് ബെസ്റ്റ് ചോയ്സ്. പിന്നെ വണ്ടിയുടെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പവർഫുൾ ആയതുകൊണ്ട് ടർബോ കിക്ക് ചെയ്യുമ്പോഴത്തേക്കും
നമുക്ക് ആ റൈഡിങ് സുഖം, ആ സത്യം ടെർബോ പവർ ലൈക്ക് തേർഡ് ഗിയറിൽ 1750 കഴിഞ്ഞ് ഒരു 2000 RPM പിടിച്ചിട്ട് ആക്സറേഷൻ ഒന്നും കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി ഇങ്ങനെ പൊങ്ങും. പൊങ്ങിയെടുത്തുകൊണ്ട് നമ്മളൊരു പോക്കാം. അപ്പം 100-120 അങ്ങനെയൊക്കെ പോകുന്നതൊക്കെ നിസ്സാര സമയം കൊണ്ട് കയറും. അപ്പോൾ വേറെ കാര്യം ചോദിക്കാനുള്ളത്, ഇപ്പം ടെർബോ ആണ്, അപ്പം മൈലേജ് എങ്ങനെയാണ്? അപ്പോൾ അത് ചോദിക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ്, കാര്യം പെർഫോമൻസ് ഓടിയൻ്റായിട്ടുള്ള വാഹനമായതുകൊണ്ട് തന്നെ. എന്നിരുന്നാലും എത്ര കിട്ടുന്നുണ്ട് മൈലേജ്? സിറ്റിയിൽ ഞാനിപ്പോൾ കൊല്ലത്തെ സിറ്റിയാണ്, അപ്പോൾ എനിക്ക് കൊല്ലം 4 to 5 കിലോമീറ്റേഴ്സേ ഉള്ളൂ. എൻ്റെ ട്രിപ്പ് മൊത്തം അതിനകത്താണ്. അത്രേ ഉള്ളൂ. അത് 12-13 പറഞ്ഞാൽ കിട്ടുള്ളൂ. ഓക്കെ. അത് പക്ഷേ അഡ്വാൻറ്റേജ് ആണ്. കാരണം നമ്മൾ ഈ സെഗ്മെൻറ്റിലെ മറ്റൊരു വണ്ടി വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇത്രയും പവർ ഉള്ളത് സിറ്റിയിൽ കിട്ടുന്നതിൽ വെച്ചിട്ട് അതിൻ്റെ കൂടുതലല്ല, ആ ഒരു ടൈം ഇതിൽ തന്നെ നിൽക്കും. പിന്നെ ലോങ് ഒക്കെ ഓടുവാണെങ്കിൽ നമുക്ക് 17-18-19 ഒക്കെ പിടിക്കാൻ പറ്റും. അത് ഈ പവർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ അഹങ്കാരം കാണിച്ച് നമ്മളൊരു ചവിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ എടുത്തുകൊണ്ട് പോകും. നമുക്ക് ഡ്രൈവിംഗ് ഭയങ്കര രസമായിരിക്കും, പക്ഷേ അത് മൈലേജിനെ എഫക്റ്റ് ചെയ്യും. പക്ഷേ നമുക്ക് മൈലേജ് വേണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 20-21 വെച്ച് പിടിക്കാൻ പറ്റും. അത് 60-ലിട്ട് ക്രൂയിസ് മോഡൊക്കെ ഉണ്ട്. അപ്പോൾ ക്രൂയിസ് മോഡൊക്കെ ഉണ്ട്, നമുക്ക് ചുമ്മാ 60-ലിട്ട് വണ്ടിയുടെ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി തന്നെ മൈലേജ് മെയിൻറ്റെയിൻ ചെയ്ത് നമുക്ക് ഹോൾ ട്രിപ്പിന് 20-ലൊക്കെ കിട്ടും. അത് ക്രൂയിസൊക്കെ കിട്ടാൻ പറ്റുന്നതാണെങ്കിലും നമ്മുടെ ഡ്രൈവിംഗ് രീതി പോലിരിക്കും. പിന്നെ ഒരു കാര്യം ചോദിക്കാനുള്ളത്, ഇപ്പം 3XO പോയി കണ്ടായിരുന്നോ ഷോറൂമിൽ? 3XO കാണാൻ സമയം കിട്ടിയില്ല. വീഡിയോസ് എന്തെല്ലാം കണ്ടു കാണാൻ? 3XO ഞാൻ നല്ലതായിട്ട് ലൈക്ക് 3XO കണ്ട് അതിൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ട് 3XO പോയി ടെസ്റ്റ് ഡ്രൈവ് ചെയ്യണമെന്ന് വിചാരിച്ചതാണ്. അത് അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ടെക് ഫീച്ചേഴ്സ് ഇതിനെ അപേക്ഷിച്ച് ഭയങ്കര കൂടുതലാണ്. അപ്പം അത് കിടിലം സാധനം തന്നെയാണ്. ഓക്കെ. എന്താണ് അത് വീഡിയോസ് കണ്ടപ്പോൾ എന്ത് തോന്നി? ഇപ്പോൾ ഇതിൽ ഇപ്പോൾ അവരൊരു പുതിയ വാഹനം പോലെ തന്നെയാണ് അതിനെ പറയുന്നത്. ഇപ്പോൾ ചിലർ പറയുന്നത് ഫേസ് ലിഫ്റ്റ് അല്ലേ എങ്ങനെ പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് തോന്നുന്നത്? ആ ഒരു വാഹനം കണ്ട സമയം തൊട്ട് ലൈക്ക് എനിക്ക് ഭയങ്കര ഒരു ഫ്യൂച്ചറിസ്റ്റിക് വണ്ടിയായിട്ട് തന്നെ തോന്നിയത്. കാരണം ആ ഡിസൈനാണ് അതിന് കൊടുത്തേക്കുന്നത്. അപ്പം ഫ്യൂച്ചറിക് ഡിസൈൻ, ഇപ്പം ഈ വണ്ടിയുടെ ബാക്ക് ഡിസൈൻ ചെയ്തേക്കുന്നത് അത്ര ഫ്യൂച്ചറിസ്റ്റിക് അല്ല, അത് കേർവ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ കേർവ്സ് ഫ്യൂച്ചറിസ്റ്റിക് അല്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഈ ടൈം ലൈക്ക് 2023-24 നമ്മുടെ ഒരു ഡിസൈൻ ആസ്പെക്ട് റേഷ്യോ, ഒരു പെർസെപ്ഷൻ. പക്ഷേ 3XO ഡിസൈൻ ചെയ്തേക്കുന്നത് മറ്റ് ഇപ്പോൾ വണ്ടികളുടെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഭയങ്കര ഫ്യൂച്ചറിസ്റ്റിക്കാണ്, കിടിലമാണ്. അത് ഫീച്ചേഴ്സ് എനിക്കൊന്ന് ഒരുപാട് ഫീച്ചേഴ്സും ഈ ഒരു വാഹനത്തെ അപേക്ഷിച്ച് ഒരുപാട് ഫീച്ചേഴ്സും അതിനകത്ത് വന്നിട്ടുണ്ട് ഇല്ലേ? അതെ, ടെക് ഫീച്ചേഴ്സ്. ഇപ്പം ഇതിന് ഡ്യുവൽ സോണും അതിന് ഡ്യുവൽ സോൺ, ബാക്കിൽ AC വെൻസ് ഇതിന് വരുന്നില്ല. അത് 300 സീരീസിലില്ല. 3XO വരുന്നുണ്ട്, ബാക്കിൽ ഇത് വരുന്നുണ്ട്. പിന്നെ വയർലെസ് ചാർജിങ് ഇതിനില്ല. ഇതിന് ഫുൾ ഓപ്ഷൻ ആയിട്ട് പോലും വയർലെസ് ചാർജിങ് ഒന്നുമില്ല, കാരണം അതിനകത്ത് അത് കാര്യങ്ങളുണ്ട്. പിന്നെ വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ അങ്ങനെയുള്ള ആപ്പിൾ കാർ അങ്ങനെയുള്ള ഫീച്ചേഴ്സ് എല്ലാം വയർലെസ്, ഇതിനകത്തെല്ലാം വയർഡാണ്. പക്ഷേ അങ്ങനെയുണ്ട്. അപ്പം ഒരുപാട് ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ടെക് ഫീച്ചേഴ്സ് ഗ്രേറ്റ് ആണ്. അപ്പം ആ സമയത്ത് സോണറ്റും ഒക്കെ നോക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പം ഈ സോണറ്റിനകത്തൊക്കെ പക്ഷേ ഇപ്പം അന്ന് ആ സമയത്ത് കിയ പ്രത്യേക ഫീച്ചേഴ്സ് ഒരുപാട് കൊടുക്കും. ഫീച്ചേഴ്സ് പമ്പ് ചെയ്തിട്ടാണ് കിയ മാർക്കറ്റിൽ നിൽക്കുന്നത്. അതെ. ഇതിലേക്ക് വന്നത് പെർഫോമൻസ്. വേറൊരു കാര്യങ്ങളുണ്ട്, കിയ ആയിട്ട് കമ്പയർ ചെയ്യുമ്പം ഞാൻ കിയ ഓടിച്ചിട്ടുണ്ട്, നമുക്ക് വണ്ടി പരിചയമുള്ള ആളുണ്ട്. അപ്പോൾ അതിൻ്റെ ബാക്ക് സീറ്റില്ലേ, ബാക്ക് സീറ്റിലെ സ്പേസിങ് അവിടെ കുറവാണ് കിയയ്ക്ക്. എന്ന് വെച്ചാൽ ഭയങ്കര കൺജസ്റ്റഡ് ആണ്. അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് വണ്ടികളും സബ് 4 മീറ്റർ സെഗ്മെൻറ്റിലുള്ളതാണ്. കിയ എടുത്ത കോംപ്രമൈസ് എന്ന് പറഞ്ഞാൽ ബൂട്ട് സ്പേസ് കൂട്ടിയിട്ട് ബാക്കിലെ സ്പേസിങ് കുറച്ചു. ഈ വണ്ടി ആ കോംപ്രമൈസ് എടുത്തില്ല, ബാക്ക് സ്പേസ് അതേപോലെ നിർത്തിയിട്ട് ബൂട്ട് സ്പേസ് കുറച്ചു. അപ്പോൾ ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ബൂട്ട് സ്പേസ് കുറവാണ്, പക്ഷേ ബാക്കിൽ നമുക്ക് ഫുട്ബോൾ കളിക്കാനുള്ള സ്ഥലമുണ്ട്. അതായത് 5-6 പേർക്ക് ഭയങ്കര കംഫർട്ടായിട്ട് ഓടിയ ലൈക്ക് ആ ബാക്കിൽ ഇരിക്കാം. അതെ, ഭയങ്കര പ്ലസ് പോയിന്റ് ആണ്. കാരണം ഇത് സോണറ്റ് എടുത്തിട്ട് ഈ ബൂട്ട് സെൻട്രൽ സ്പേസിൽ ഇരിക്കുന്ന സ്പേസിൽ കംപ്ലൈൻറ്റ് പറഞ്ഞ പല ആൾക്കാരെ എനിക്കറിയാം. അപ്പം അത് തന്നെയാണ് ഞാൻ സോണറ്റുമായിട്ട് കമ്പയർ ചെയ്ത് എടുക്കാൻ നേരത്ത് വൺ ഓഫ് ദ ക്രൈറ്റീരിയ ഇതെടുക്കാനുള്ള. ഓക്കെ, അതൊരു ഭയങ്കര പ്ലസ് പോയിന്റ്. അത് കാര്യം സ്പേസ് നമുക്ക് എപ്പോഴും വേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. കാര്യം എപ്പോഴും നമ്മൾ ഫാമിലിയൊക്കെ ആയിട്ട് പോകുന്ന സമയത്തും സ്പേസ് ഒരു കാര്യം. ഫീച്ചേഴ്സ് എന്തെങ്കിലും കുറവാണെങ്കിൽ നമുക്കത് കോംപ്രമൈസ് ചെയ്യാം. അപ്പോൾ അത് ഓക്കെ, അത് ഞാൻ അംഗീകരിക്കുന്നു. പിന്നെ ഒരു കാര്യം നമുക്ക് ചോദിക്കാം, മൈലേജിനെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചു. വേറെ നെഗറ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ ഈ വാഹനത്തെ കുറിച്ച് നമുക്ക് പറയാനായിട്ട്? നെഗറ്റീവ് അങ്ങനെ ഒരുപാട് വരാൻ സാധ്യത. എന്നിരുന്നാൽ നെഗറ്റീവ് അത് സ്പെസിഫിക്കലി എൻ്റെ വണ്ടിക്ക് തോന്നുന്നു. കാരണം എൻ്റെ ആൻഡ്രോയിഡ് ഓട്ടോ ലൈക്ക് വയർഡാണെന്ന് ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇടയ്ക്ക് ഡിസ്കണക്ട് ആയി പോകുന്നുണ്ട്. അതായത് മേ ബി ഒരു ഇലക്ട്രോണിക് ഇഷ്യൂ ആയിരിക്കാം, ലൈക്ക് സോഫ്റ്റ്വെയർ ഇഷ്യൂ ആയിരിക്കാം.
അതിനെനിക്ക് ലൈക്ക് 2 വട്ടം സർവീസ് ചെയ്യാൻ കൊണ്ടുവന്ന് ഞാൻ കൊടുത്തിട്ടും അവർക്ക് ഒരു ഉത്തരവില്ല. ലൈക്ക് എന്തുകൊണ്ടാണ്? അതെ അതെ, മറ്റു വണ്ടികൾക്ക് അത് അവർക്ക് കണ്ടിട്ടില്ല. അപ്പം മേ ബി എൻ്റെ വണ്ടിക്ക് മാത്രം വന്നതായിരിക്കാം. അപ്പോൾ എനിക്ക് മാത്രം വരുമ്പോൾ എനിക്കതൊരു അനധികൃതമാണ്. പക്ഷേ അതൊരു ഇഷ്യൂ ആണ്, ചിലപ്പോൾ ടെക്നിക്കൽ ഗ്ലിച്ച് ആയിരിക്കാം, എൻ്റെ വണ്ടിക്ക് വന്നതായിരിക്കാം. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ അവർക്ക് അത് കണ്ടെങ്കിൽ മാത്രമേ അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതെ അതെ, അത്ര ഉപയോഗിക്കുന്നില്ല. അതെ അതെ, അതങ്ങനെ വരാം. പിന്നെ ഇപ്പോൾ ഒരു കാര്യം പറയണം, ഇതിനകത്ത് ഇപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക് വരുന്നില്ല. അതൊരു ടോപ്പ് എൻഡ് വാഹനമാണ്, ഓട്ടോമാറ്റിക്. അതൊരു ബുദ്ധിമുട്ടായിട്ട് അങ്ങനെ എന്തെങ്കിലും തോന്നിയോ? ഇല്ല, നമുക്ക് അത് നമുക്ക് ചോയ്സാണ്. അതായത് ഓട്ടോമാറ്റിക് വാഹനം എടുത്ത് നമുക്ക് ആ റൈഡിങ് സുഖം അത് ഡിഫറെൻ്റ് ആണ്. അതായത് നമുക്ക് വീട്ടിൽ ഒത്തിരി ആൾക്കാരുണ്ട്, ലൈക്ക് ലേഡീസിനും ഈ പവർ ഡെലിവറി ചിലപ്പോൾ ഇഷ്ടമായിരിക്കത്തില്ല, ഡ്രൈവിങ്. അപ്പം ഒത്തിരി പേർക്ക് ഇത് ഡ്രൈവ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അതായത് ഭയങ്കര ഫാസ്റ്റായിട്ട് അതിൻ്റെ പവർ ഡെലിവറി, അത് പെട്രോൾ എഞ്ചിനാണ്. അതെ, ആ ഒരു പോയിന്റ് കൂടെ മെയിനായിട്ട് പറയാനുണ്ട്. പെട്രോൾ വേഴ്സസ് ഡീസൽ. അപ്പോൾ ഇത് പെട്രോൾ എഞ്ചിനാണ്. പെട്രോൾ എഞ്ചിൻ്റെ പവർ ഡെലിവറി ലൈക്ക് ഇൻസ്റ്റൻ്റ് ആണ്. നമുക്കൊരു 3 സെക്കൻഡ്സിനുള്ളിൽ നമുക്ക് ഓവർടേക്ക് ചെയ്യണം. ലൈക്ക് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു, കാല് കൊടുക്കുന്നു, വണ്ടി അപ്പോൾ തന്നെ കയറിങ്ങ് പോകും. സോ ഫാസ്റ്റാണ്. പക്ഷേ നമുക്ക് ഈ ഡീസലാണെങ്കിൽ നമുക്കൊരു 3 സെക്കൻഡ് ലാഗ് വരും. അതായത് നമ്മൾ കൊടുത്തു 2000 RPM കയറ്റിയിട്ട് ടർബോ കിക്ക് ചെയ്യണം. ടർബോ കിക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ആ പവർ ഡെലിവർ ചെയ്തിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഈ മാനുവൽ വണ്ടി ആയതുകൊണ്ടും പെട്രോൾ വണ്ടി ആയതുകൊണ്ടും ഭയങ്കര പവർ ഡെലിവറിയാണ്. അപ്പം ഇതിൻ്റെ ഓട്ടോമാറ്റിക് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് അതൊരു ഡിസഡ്വാൻറ്റേജ് തോന്നുന്നില്ല, അതൊരു പ്ലസ് പോയിൻ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതിനെ റോഫ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യാനും ഡ്രൈവ് ചെയ്യാനും പറ്റും. ഓക്കെ, പിന്നെ ഓട്ടോമാറ്റിക് ആണ് നമുക്ക് ചോയ്സ് എങ്കിൽ, ലൈക്ക് ഫോർ എ ഗ്രേറ്റർ ചോയ്സ് നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഓട്ടോമാറ്റിക് ഒത്തിരി പേർക്ക് ഭയങ്കരമായിട്ട് എടുത്തുകൊണ്ട് പോകാൻ പറ്റും എന്നുള്ളതാണെങ്കിൽ ഈ 300 തന്നെ ഓട്ടോമാറ്റിക് അല്ലെങ്കിൽ 3X ഓട്ടോമാറ്റിക് എടുക്കുന്നത് നല്ലതാണ്. പക്ഷേ പ്രൈസ് പോയിന്റ് വെച്ച് നോക്കുമ്പോൾ ഓട്ടോമാറ്റിക്കിന് വില കൂടുതലാണ്. ഈ വണ്ടിക്ക് ഈ ടോപ്പ് എൻഡ് വേരിയൻ്റ് ആയിട്ട് പോലും അതിൻ്റെ ഓട്ടോമാറ്റിക് 300 ഓട്ടോമാറ്റിക്കിനായിട്ട് വില കുറവാണ്. ഓക്കെ ഓക്കെ, അപ്പം നമുക്ക് ഇത്രയും ഫീച്ചേഴ്സ് ഉണ്ട്. ആ ഓട്ടോമാറ്റിക് കാർ വേണ്ട എങ്കിൽ ഇത് ചൂസ് ചെയ്യാം. ഓക്കെ, പിന്നെ ചോദിക്കാനുള്ളത്, ഇപ്പോൾ ഒരു കുറച്ച് നാളുകൊണ്ട് ഉപയോഗിക്കുന്നുണ്ട്, ഇതിൻ്റെ ഒരു മെയിൻ്റനൻസ് അത് എങ്ങനെയുണ്ട്? ഇപ്പോൾ സർവീസിൻ്റെ, ഇപ്പോൾ നമ്മൾ മാരുതിയുടെ സർവീസിനെ കുറിച്ചും ടാറ്റയുടെ സർവീസിൻ്റെ പോരായ്മകളെ കുറിച്ചും ഒക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷേ മഹേന്ദ്രയുടെ സർവീസിനെ കുറിച്ച് നല്ലതായിട്ട് ഞാൻ അങ്ങനെ ഒരുപാട് കേട്ടിട്ടില്ല, എന്നാൽ മോശമായിട്ടും ആരും പറഞ്ഞ്. അതെങ്ങനെയുണ്ട് ആ ഒരു എക്സ്പീരിയൻസ്? സർവീസിൻ്റെ ചെല്ലുമ്പോഴേ എല്ലാവരും സർവീസിൻ്റെ അത് എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? ഞാൻ 2 വട്ടമാണ് സർവീസ് ചെയ്തിട്ടുള്ളത്. തേർഡ് സർവീസിന് സമയമായി വരുന്നേ ഉള്ളൂ. അത്രയും കിലോമീറ്റേഴ്സ് ഓടിയില്ല, ഒന്ന് കാര്യം. പിന്നെ ഇയർ ആവുന്നതേ ഉള്ളൂ. അപ്പം സെക്കൻഡ് സർവീസിൽ നല്ല ഇതായിരുന്നു, കുഴപ്പമൊന്നുമില്ല. എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്തു, മാറ്റേണ്ട സാധനങ്ങളെല്ലാം മാറ്റി. ലൈക്ക് ഇറ്റ് വാസ് 1 ഡേയിൽ കഴിയേണ്ട കാര്യങ്ങൾ അപ്പോഴേ കഴിയും. പിന്നെ ഞാൻ അപ്പത്തെ പറഞ്ഞ ഇഷ്യൂസ്, ലൈക്ക് ലേറ്റർ ദ ഡേ ഓർത്തെടുത്ത ഇഷ്യൂസ് ഈവനിങ് പറഞ്ഞപ്പോഴും അവർ ചെക്ക് ചെയ്തു, എന്നെ വെച്ച് തന്നെ ചെക്ക് ചെയ്തു. അവർക്ക് അത് സോൾവ് ചെയ്യാനും പറ്റി. അപ്പം ഇറ്റ് വാസ് ലൈക്ക് ഗുഡ്. പിന്നെ ചോദിക്കാനുള്ളത്, കോസ്റ്റ് എന്താ വരുന്നുണ്ട് നമുക്ക് സർവീസിന്? ഇപ്പം നമുക്കൊരു സാധാരണക്കാരനെ കൊണ്ടുനടക്കാൻ പറ്റിയൊരു വാഹനമാണോ? അതായത് ഒരുപാട് മെയിൻ്റനൻസ് കോസ്റ്റ് ഉണ്ടോ? എങ്ങനെയാ അത്? മെയിൻ്റനൻസ് കോസ്റ്റ് നമ്മൾ 2 സർവീസ് ചെയ്തല്ലോ. അതെ, ഫസ്റ്റ് സർവീസ് ഫ്രീ ആയിരുന്നു, സെക്കൻഡ് സർവീസ് കോസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ അത് കുറച്ച് നായി ചെയ്തിട്ട് അപ്പോൾ അതിന് നമ്മൾ ഒരുപാട് സാധനങ്ങൾ റീപ്ലേസ് ചെയ്യുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടോ? അന്ന് എന്തൊക്കെയാണ് ചെയ്യുന്നത്? വല്ല ഓർമ്മയിലുണ്ടോ? സെക്കൻഡ് സർവീസിന് ഓയിൽ ചേഞ്ച്, നോർമലി ഓയിൽ ചേഞ്ച് അതൊക്കെ എന്തായാലും ചെയ്യും. നോർമൽ സർവീസ് തന്നെയാണ്. ലൈക്ക് ഈ പ്രൈസിൻ്റെ കേസ് പറയുകയാണെങ്കിൽ വണ്ടി കൊണ്ടു നടക്കുന്നതിൻ്റെ ചിലവ് ഇച്ചിരി കൂടുതലാണ്. ഓക്കെ, വണ്ടി കൊണ്ടു നടക്കുന്നതിന് ചിലവ് കൂടുതലാണെന്ന് പെട്രോൾ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടർബോ ലൈക്ക് നല്ല പവർഫുൾ ആയിട്ടുള്ള എൻജിനുള്ള പെട്രോൾ എടുക്കുവാണെങ്കിൽ ഇപ്പോൾ പെട്രോളിൻ്റെ വില വെച്ചിട്ട് നമുക്കത് നഷ്ടമാണ്. പക്ഷേ ഇതിൻ്റെ ഡീസൽ എടുക്കുമായിരുന്നെങ്കിൽ എനിക്കത് കുറച്ചും കൂടെ എഫിഷ്യൻ്റ് ആയിരുന്നു. 20-25 സംതിങ് കിട്ടിയാൽ അത് വെച്ച് അത് വെച്ചിട്ട് ഈ സാധനം ലൈക്ക് ഓൺ പ്യുവർ റൈഡിങ് സുഖമാണെങ്കിൽ ഇത് സെറ്റാണ്. പക്ഷേ ഓൺ എ കോസ്റ്റ് എഫക്റ്റീവ് മാനർ ഐ വുഡ് സേ അത് അത്ര ഇതല്ല. അപ്പോൾ നമുക്ക് അതിനകത്ത് ആ ഒരു നമ്മൾ ആ പ്രൈസ് കൊടുക്കുന്നതിന് നമുക്ക് ഒരു വാല്യൂ കിട്ടുന്നുണ്ട് തിരിച്ച്. അത് നെഗറ്റീവായിട്ട് പറയുകയാണ്, നമ്മൾ പേ ചെയ്തത് ഇതിന് വേണ്ടിയിട്ടാണ്. നമുക്കറിയാം, നമ്മൾ എടുക്കുമ്പോഴേ നമുക്കറിയാം ഇതിങ്ങനെയാണ്. അപ്പോൾ നമുക്കറിയാം, അപ്പോൾ അത് നമുക്ക് കുറ്റമായിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല. അത് ഡിപ്പെൻഡ്സ് ഓൺ ലൈക്ക് ആ യൂസറിൻ്റെ എന്താണ് അയാൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. ഇപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് പവർ, സ്റ്റൈൽ ആൻഡ് ലക്ഷറി. ഓക്കെ, അപ്പം ഹൈ എൻഡ് ലൈക്ക് ടോപ്പ് എൻഡ് വേരിയൻ്റ് ആകുമ്പോൾ ലക്ഷറി മാച്ച്ഡ് ആണ് ആ ഒരു സെഗ്മെൻറ്റിൽ, ആ ഒരു സമയത്തുള്ളത്. പിന്നെ ഉള്ളത് പവർ ടോപ്പ് മോസ്റ്റ് ആണ്. അപ്പം ഇനി വേറൊരു വണ്ടി എടുത്താൽ ലൈക്ക് സെൽട്ടോസ് ഓർ 700. അപ്പോൾ അങ്ങനെയുള്ള ലൈക്ക് വേറെ സെഗ്മെൻറ്റിൽ പോകണം. അപ്പോൾ ആ സെഗ്മെൻറ്റിലെ ബെസ്റ്റ് ചോയ്സ് തന്നെയാണ് ഈ ഒരു വാഹനം. ഓക്കെ, പിന്നെ നമുക്ക് ചോദിക്കാനുള്ളത് ഇതിൻ്റെ ഒരു യാത്രാ കംഫർട്ട്, ഇപ്പോൾ സസ്പെൻഷനെ കുറിച്ചും അതൊക്കെ എങ്ങനെയുണ്ട്? അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞാൽ. യാത്രാ സുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ പറയേണ്ടത് ഇതിൻ്റെ സീറ്റിംഗ് ആണ്. അപ്പം ഡ്രൈവർ സീറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഹഗ് ചെയ്ത് നിർത്തുന്ന രീതിയിലാണ് ആ സീറ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ലൈക്ക്
നമ്മൾ ഇരിക്കുമ്പം കൊള്ളാം, നൈസാണ്. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സീറ്റ് കംപ്ലീറ്റ്ലി അഡ്ജസ്റ്റബിൾ ആണ്, ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന സാധനമുണ്ട്. അപ്പം നമുക്ക് വ്യൂയിങ് ആംഗിൾ നമുക്ക് സെറ്റ് ചെയ്യാം. പിന്നെ സ്റ്റിയറിങ്ങിന് അഡ്ജസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. പിന്നെ സസ്പെൻഷൻ കിടിലായതുകൊണ്ട് കാലൊടുക്കുന്നു, ബംസ് ഒന്നും അറിയുന്നില്ല, നമ്മൾ ചാടിയങ്ങ് പോകുന്നു. പിന്നെ അതിപ്പോഴേ നമുക്ക് ഫീച്ചേഴ്സ് അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയൊരു ഫീച്ചർ എന്താണ് ഈ ഒരു വാഹനത്തിനകത്ത്? കൊള്ളാം, ഇത് കൊള്ളാം, അതുപോലെ തന്നെ അയ്യോ എനിക്ക് അതുകൂടെ ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളാം എന്ന് തോന്നിയ രണ്ട് കാര്യങ്ങൾ അങ്ങനെ ലൈക്ക് അതെ, പവർ, പെർഫോമൻസ് അതെല്ലാം വിട്ടാറ്. ഫീച്ചേഴ്സ് വൈസ് ഇതിനകത്തുള്ള വാഹനത്തിൻ്റെ ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു കാര്യവും അല്ല വീട്ടുകാരൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് കൊള്ളാം അങ്ങനെയൊക്കെ തോന്നിയത് അല്ല അയ്യോ അതുകൂടെ പല സമയത്തും തോന്നിയിട്ടുണ്ട് എനിക്ക് ആ ഫീച്ചർ ഉണ്ടായിരുന്നു നല്ലതല്ലായിരുന്നു. അപ്പോൾ ഉദാഹരണം ഞാൻ വേണമെങ്കിൽ പറഞ്ഞ വയർലെസ് ചാർജർ അതുണ്ടായിരുന്നു നല്ലതായിരുന്നു നമുക്ക് തോന്നാം, പല സമയത്തും നമുക്ക് തോന്നാം. അപ്പോൾ ഡ്യുവൽ സോൺ AC ഒക്കെ എങ്ങനെ ഉണ്ട്? അത് ഡ്യുവൽ സോൺ AC ലൈക്ക് കംപ്ലീറ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ബാക്കിൽ AC ഇല്ലാത്തത് ഇതിൻ്റെ AC സർക്കുലേഷൻ എനിക്ക് കുറവായിട്ട് തോന്നിയിട്ടുണ്ട്. അത് ബേസിക് മേ ബി എൻ്റെ വണ്ടിയുടെ മാത്രം പ്രശ്നമായിരിക്കാം. ഞാൻ വേറൊരു 3W യൂസറിനോട് ചോദിച്ചപ്പം അയാൾക്ക് ഭയങ്കര കൂളിംഗ് കിട്ടുന്നു എന്നാണ് പറഞ്ഞത്. അപ്പം എനിക്ക് പക്ഷേ അത് ബാക്കിലിരിക്കുന്ന ആൾക്ക് ഭയങ്കരമായിട്ട് കൂളിംഗ് കിട്ടുന്നില്ല എന്ന് തോന്നി. മേ ബി അവിടെ ഇപ്പോൾ ഉള്ള 3W സോൾവ് ചെയ്ത ഇഷ്യൂ അത് തന്നെയാണ്. ബാക്കിൽ AC വരുന്നുണ്ട്, AC വെൻറ്റ് വരുന്നുണ്ട്, അവിടെ ചാർജിങ് പോർട്ടുകൾ വരുന്നുണ്ട്. ഇതിന് C ടൈപ്പ് ചാർജിങ് പോർട്ടില്ല, USB-A ടൈപ്പാണ്. അപ്പോൾ ഇപ്പോൾ പുതിയ ഇതിലെല്ലാം C ടൈപ്പ് എല്ലാം വരുന്നുണ്ട്. അപ്പം ആ പ്രോബ്ലംസ് എല്ലാം 3XOയിൽ അവർ സോൾവ് ചെയ്ത് കഴിഞ്ഞു. ഇതിനകത്ത് ആ പ്രശ്നങ്ങളുണ്ടായിരുന്നു. വയർലെസ് ചാർജിങ്, C ടൈപ്പ്, ബാക്കിൽ AC-യുടെ സാധനം, പിന്നെ ആൻഡ്രോയിഡ് വയർലെസ് അല്ല, അങ്ങനെയുള്ള ഫീച്ചേഴ്സ്. പിന്നെ ഇതിൻ്റെ വേറൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ അഡ്വർടൈസ് ചെയ്യുന്നതിൽ കണക്റ്റഡ് കാർ ഫീച്ചേഴ്സ്, അതായത് ഇവരുടെ ആപ്പ് അങ്ങനെയുള്ള സാധനങ്ങൾ. ഇപ്പോൾ ഈ അഡ്വർടൈസ് ചെയ്യുന്ന സാധനങ്ങളൊന്നും വർക്ക് ചെയ്യത്തില്ല ഓൺ 3W സീരീസ്. 3W സീരീസിൽ അതിൻ്റെ ഒരു ആപ്പ് ഉണ്ടായിരുന്നു, ഞാൻ കുറേ നാൾ ഉപയോഗിച്ചു. സാധനം അട്ടർ ഷീറ്റാണ്, അത് വർക്ക് ചെയ്തില്ല. സോ അത് നമ്മൾ ലൈക്ക് എന്താ പറയുക, അങ്ങനെ കണക്റ്റഡ് കാർ ഫീച്ചേഴ്സിലേക്ക് നോക്കുകയാണെങ്കിൽ ഫോണും കുത്തിപ്പിടിച്ചിരുന്ന് അതൊക്കെ കാണണമെങ്കിൽ, വണ്ടിയുടെ അനാലിറ്റിക്സ് ഒക്കെ കാണണമെങ്കിൽ ഈ ഡസൻ വർക്ക് ഓൺ 3W. സോ അതുകൊണ്ട് വലിയ കാര്യമില്ല. പക്ഷേ 3XOയിലും 7Wയിലും അത് വർക്ക് ചെയ്യുമെന്ന് തോന്നുന്നു. കാരണം അതിന് വേണ്ടിയിട്ടാണ് പുതിയ ആപ്പ് ഡിസൈൻ ചെയ്തേക്കുന്നത്. അപ്പം അതൊക്കെ വർക്ക് ചെയ്യും. അതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളാമെന്ന് ഞാൻ ആദ്യം വിചാരിച്ചിരുന്നു. പക്ഷേ നമുക്ക് ലൈക്ക് ഓൺ ദ ലോങ് റൺ നമ്മളിതൊന്നും ഉപയോഗിക്കത്തില്ല. സത്യമാണത്. ഞാനത് കുറേ നാൾ ഉപയോഗിച്ചു. അപ്പം നമുക്ക് മൈലേജ് അറിയാം, ഡിസ്റ്റൻസ് ട്രാവൽ അറിയാം. ഇപ്പോൾ ഇതിനകത്ത് പോലും ഡെയിലി ലോഗ്സ് കാണാൻ പറ്റും, സ്റ്റാറ്റിക്സ് എല്ലാം കാണാൻ പറ്റും, നമ്മുടെ ഡ്രൈവിംഗ് എത്ര ഇതൊന്ന് കാണാൻ പറ്റും, എത്ര കിലോമീറ്റർ, എത്ര ടൈം, എത്ര ക്ലച്ച് പ്രസ്, ആവറേജ് സ്പീഡ് എല്ലാം. അത് ലൈക്ക് വി ഡോണ്ട് ലുക്ക് ഇൻ ദ ലോങ് റൺ, നമുക്കത് നോക്കേണ്ട ആവശ്യമില്ല. അപ്പം അതൊക്കെ അഡ്വർടൈസ് ചെയ്യുന്ന കാര്യങ്ങൾ പ്രോപ്പറായിട്ട് അവർ ഇറക്കണമായിരുന്നു. അതൊരു ബാഡ് എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് ഫസ്റ്റ് ടൈം. ഇനിയിപ്പം കുറച്ച് നാളായി അടുത്ത വണ്ടിയിലേക്ക് പോകാം എന്ന് പ്ലാൻ വല്ലതും ഉണ്ടോ? ഒരു വണ്ടി നോക്കണം, അടുത്ത് നോക്കാം. ഇപ്പം ഒരുപാട് കിലോമീറ്റർ ഓടിയില്ലെന്നും പറഞ്ഞു. അപ്പോൾ എന്തായാലും ഉടനെ ഒരു പ്ലാൻ കാണത്തില്ല. എന്നിരുന്നാലും ഇപ്പം മാർക്കറ്റിൽ ഒരുപാട് വണ്ടി ഇറങ്ങുന്നത് എനിക്ക് തോന്നുന്നു ഒരു മാസം തന്നെ 2-3 വണ്ടികൾ ലോഞ്ച് ആയിക്കൊണ്ടേ ഇരിക്കണം. അപ്പോൾ ഏതെങ്കിലും വണ്ടികൾ ഇപ്പോൾ ഇറങ്ങിയതിനകത്ത് ഇഷ്ടപ്പെട്ടത് ഇതിലേക്കുണ്ടോ? അത് കൊള്ളാം, അല്ലെങ്കിൽ ഇലക്ട്രിക്കിലേക്ക് പോകണം എന്നെന്തെങ്കിലും ആഗ്രഹം? അതിനെക്കുറിച്ചൊരു അഭിപ്രായം, ഇലക്ട്രിക് വാഹനം കുറിച്ച് അന്ന് എനിക്കൊന്ന് ഇലക്ട്രിക് വാഹനം ഉണ്ട്, ഇലക്ട്രിക് വേണം നോക്കാമായിരുന്നു, അതിനെക്കുറിച്ചൊക്കെ ഉള്ള അഭിപ്രായം എന്തുവാ? ഇലക്ട്രിക് വാഹനം അതിൻ്റെ 4W ഇലക്ട്രിക് ഉണ്ട്, അത് സൂപ്പറാണ്, കണ്ടിട്ടുണ്ട്. പക്ഷേ ഐ ആം സ്റ്റിക്കിംഗ് ടു ലൈക്ക് ഓയിൽ പവർഡ് വണ്ടീസ്. സോ ചിലർക്ക് അത് ഇപ്പോഴും ഇലക്ട്രിക് അങ്ങോട്ട് വേണ്ട ചിന്തിച്ച് നിൽക്കുന്നുണ്ട്. ഇപ്പോഴും പെട്രോൾ വണ്ടി മതി, ആ എഞ്ചിൻ്റെ സൗണ്ടും അതൊക്കെ വേണം എന്നുള്ള ആഗ്രഹിക്കുന്ന കുറേ പേരുണ്ട്. അപ്പോൾ ഇലക്ട്രിക്കിനോട് തീരെ താല്പര്യം അങ്ങനെയല്ല, ഉണ്ട്. പക്ഷേ നമുക്ക് ലൈക്ക് നമ്മുടെ ഒരു കാറ്റഗറിയിൽ ഒരു വണ്ടി മാത്രം ഉള്ളവർക്ക് ഒരു ചോയ്സിൽ എടുക്കാൻ പറ്റുള്ളൂ. അപ്പം ആ ടൈമിൽ ഇതാണ് ലൈക്ക് ഞാൻ ഭയങ്കര റിച്ച് ആയിരുന്നെങ്കിൽ സെക്കൻഡ് വണ്ടി, തേർഡ് വണ്ടി എടുക്കുമ്പോഴത്തേക്കും അതിനകത്ത് നമുക്ക് ഇപ്പം താർ ഇടണം. താറെന്നൊരു പ്രൈമറി ചോയ്സ് വണ്ടി ആയിരിക്കത്തില്ല, നമുക്ക് ഒരു സെക്കൻഡറി ചോയ്സ് വണ്ടിയാണ്. അതേപോലെ തന്നെ ഒരു പ്രൈമറി വണ്ടി ഉണ്ടായിരിക്കും, സെക്കൻഡറി വണ്ടിയായിട്ട് ഇലക്ട്രിക് വണ്ടി എടുക്കുന്നതിൽ നമുക്ക് കാര്യം ഉണ്ട്. അങ്ങനെയൊക്കെ നമുക്ക് ചൂസ് ചെയ്യാം. നല്ലൊരു പോയിന്റ് ആണത് ആ പറഞ്ഞത്. സെക്കൻഡറി വണ്ടിയായിട്ട് ശരി നമുക്ക് ഇലക്ട്രിക് ഉപയോഗിക്കും. താറൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഫസ്റ്റ് വണ്ടിയായിട്ട് നമുക്ക് അതിനെ പരിഗണിക്കാൻ പറ്റില്ല. കാര്യം പലപ്പോഴും നമ്മൾ ഇപ്പോൾ പ്രായമുള്ളവർക്ക് പുറകിൽ കയറാൻ പറ്റത്തില്ല. അപ്പോൾ അതിൻ്റെ 5 ഡോർ ഇപ്പോൾ ഇറങ്ങി. അപ്പോൾ ഞാൻ വണ്ടി പോയി കണ്ടായിരുന്നു, അത്യാവശ്യം സ്പേസും കാര്യങ്ങളെല്ലാം ഒരുപാട് ഫീച്ചേഴ്സും ഉണ്ട് അതിനകത്ത്. പോയി കണ്ടപ്പോൾ 360 ക്യാമറയും അഡാസും എല്ലാം വന്നേക്കുന്നത് കൊള്ളാത്. അതൊരു എനിക്കൊരു SUV ആയിട്ട് തന്നെ നമുക്ക് ഒരു ഓഫ് റോഡ് കൊണ്ടുപോകാത്ത അല്ലാത്തൊരു പ്രോപ്പർ വാഹനമായിട്ട് തന്നെ നമുക്ക് ഇതിനെ പരിഗണിച്ച് നമുക്ക് ഉപയോഗിക്കാം ആ വാഹനത്തിന്. വേറൊന്നുമില്ല അത് ചോദിക്കാനായിട്ട് നമ്മൾ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചോദിച്ചു, ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു, നമ്മൾ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ സംസാരിച്ചു. ഒത്തിരി റിസർച്ച് ചെയ്തിട്ടാണ് ഈ വണ്ടിയിലേക്ക് വന്നതും, എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഒത്തിരി റിസർച്ച് ചെയ്ത് റിവ്യൂസ് എല്ലാം
ലൈക്ക് ഒത്തിരി നോക്കിയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പം അതിൻ്റെ ഡീറ്റെയിൽസ് അതാണ് ദാറ്റ്സ് എ ലവ് ഐ ഗീവ് ഫോർ ദിസ് വെഹിക്കിൾ. ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ വീഡിയോ ചെയ്തതിൽ ഏറ്റവും ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചൊരു വീഡിയോ ഇതാണ്. നമ്മൾ സാധാരണ ചോദിക്കുക പോവുക അത്ര, പക്ഷെ നമ്മൾ ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ സംസാരിക്കും. അത്രത്തോളം ആ വാഹനത്തെ ഇഷ്ടപ്പെട്ട് വാങ്ങിയതാണ്. എനിക്ക് ആ സംസാരത്തിൽ എനിക്കത് മനസ്സിലായി. അത്രത്തോളം റിസർച്ച് ചെയ്ത് അത്രത്തോളം പോരായ്മകളെല്ലാം നോക്കി കണ്ടുപിടിച്ചിട്ടെടുത്തൊരു വാഹനമാണിത്. ഈ വണ്ടിക്ക് ഇനിയുണ്ട് പ്രത്യേകതകൾ, പറഞ്ഞാൽ തീരാത്ത സാധനമാണ്. ലൈക്ക് 5 സ്റ്റാർ റേറ്റിംഗിൽ വരുന്നത് ഇതിൻ്റെ വെയിറ്റ് ആണ്. ഇതിൻ്റെ ഭയങ്കര ഹെവി വെയിറ്റ് വണ്ടിയാണ്. ഇതിൻ്റെ ബോണറ്റ് തുറക്കാനോ ഒക്കെ നമുക്ക് ഭയങ്കര വെയിറ്റ് ആണ്, നമുക്ക് ഫീൽ ചെയ്യും ആ സാധനം. അപ്പോൾ അതൊക്കെയാണ് അതിൻ്റെ ഒരു ലൈക്ക് അത്രയും വെയിറ്റ് ആയിട്ട് പോലും ഈ വണ്ടി റോഡിൽ ഇറങ്ങിയിട്ട് നമ്മൾ ഓടിക്കുമ്പോഴത്തേക്കും പലരും ചോദിക്കും ഭയങ്കര ലൈക്ക് ലൈറ്റ് ആണല്ലോ എന്ന്. ലൈക്ക് ക്രെട്ട ഓടിച്ചൊരു സുഹൃത്ത്, ക്രെട്ട ഡീസൽ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സുഹൃത്ത് ഈ വണ്ടി എടുത്തിട്ട് ഭയങ്കര ലൈറ്റ് ആണല്ലോ എന്ന്. ലൈക്ക് എനിക്കറിയാം അതിൻ്റെ വെയിറ്റ് എത്രയാണ്. ലൈക്ക് ഭയങ്കര ഹെവിയാണ് വണ്ടി, എന്നിട്ടും വണ്ടി നമ്മളെ ലൈറ്റായിട്ട് ഫീൽ ചെയ്യിപ്പിക്കും റോഡിൽ. അതെ, അപ്പം മൊത്തത്തിൽ ഹാപ്പിയാണ് വാഹനത്തിൽ. പിന്നെ സൂപ്പർ ഹാപ്പി. ഓക്കെ, അപ്പോൾ വേറെ ഒന്നും നമുക്ക് ചോദിക്കാനായിട്ടൊന്നും ഇല്ല. നമുക്ക് ഒരുവിധം കാര്യങ്ങളെല്ലാം നമ്മൾ സംബന്ധിച്ചു. നെഗറ്റീവ്സ് അത്യാവശ്യം തോന്നിയ നെഗറ്റീവ്സ് എല്ലാം നമ്മൾ സംബന്ധിച്ചു. സാധാരണ ആൾക്കാരൊന്നും അങ്ങനെ തോന്നിയ നെഗറ്റീവ്സ് ഒന്നും അങ്ങനെ പറയാറൊന്നുമില്ല. കാര്യം ഒരുപാട് പറയാൻ കാണത്തില്ല. പക്ഷേ ഇതിനകത്ത് നമ്മൾ ഇന്ന് അത് പോരായ്മകളൊന്നും അല്ല, കോംപ്രമൈസ് കാര്യങ്ങളേ ഉള്ളൂ. അതെല്ലാം നമ്മൾ സംസാരിച്ചു, പോസിറ്റീവ് വശങ്ങളും നമ്മൾ സംസാരിച്ചു. അപ്പോൾ മികച്ചൊരു വാഹനം തന്നെയാണ്. അപ്പം ഉടനെ ഒന്നും അടുത്ത വാഹനം പരിഗണിക്കുന്നില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വേറെ ഒന്നുമില്ല ഈ ഒരു വീഡിയോയിൽ നമുക്ക് പറയാനായിട്ട്. അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. കാര്യം ഈ വാഹനം സെക്കൻഡ് നോക്കുന്നവർ കാണും. ഇപ്പോൾ ഇറങ്ങുന്നില്ല, ഓക്കെ, നമ്മൾ പുതിയ വാഹനം ഇറങ്ങി, എന്നിരുന്നാൽ പോലും ഈ വാഹനത്തെക്കുറിച്ച് അറിയാനും ഒക്കെ ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് കാണും. ഒരുപാട് വാഹനം ഇറങ്ങിയിട്ടുണ്ട്, അത് സെക്കൻഡ് ഒരെണ്ണം വാങ്ങാം എന്നിരുന്ന അങ്ങനത്തുള്ള ആൾക്കാർ പോലും യൂസർ റിവ്യൂസ് ഒരുപാട് സെർച്ച് ചെയ്ത് നോക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, അപ്പോൾ എനിക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ നമ്മളത് ശ്രദ്ധിക്കാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ എനിക്കും ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് ഇന്ന് സംസാരിച്ച കാര്യങ്ങളൊക്കെ. അപ്പോൾ ഒരുപാട് താങ്ക്സ്. അപ്പോൾ നമ്മുടെ സമയം നമുക്ക് വേണ്ടി മാറ്റി വെച്ചതിനും ഒരുപാട് താങ്ക്സ്. കാര്യം യൂസർ റിവ്യൂസൊക്കെ എല്ലാവർക്കും കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ വീഡിയോസ് ചെയ്യാൻ നോക്കുന്നത്. കാരണം നമ്മളൊരു വണ്ടി ഇട്ട് റിവ്യൂ ചെയ്യുന്നതിനെക്കാട്ടി ഇഷ്ടമാണ് ആൾക്കാർ യൂസർ എക്സ്പീരിയൻസ് കേൾക്കുന്നത്. കാര്യം ആ വാഹനത്തെക്കുറിച്ച് ഉപയോഗിക്കുന്ന ആൾ പറയും, അപ്പോൾ കറക്റ്റ് എക്സ്പീരിയൻസ് അറിയാൻ പറ്റും. കുറച്ചുകൂടി വ്യൂസ് എല്ലാം കിട്ടാറുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോസ് ഞാൻ ചെയ്തത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതേപോലെ ഉപകാരപ്പെടുന്ന വീഡിയോസുമായിട്ട് നമ്മൾ അടുത്തൊരു ദിവസം വരും. അതൊരു എല്ലാ കൂട്ടുകാർക്കും